മോറിസ് കാരേജ് ഒരു ബ്രിട്ടീഷ് കമ്പനി ആയിട്ടാണ് എല്ലാവരും അറിവിലിരുന്നാലും, പക്ഷേ അതിൻ്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ സൈക്ക് എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡാണ്. പിന്നെ ഇന്ത്യയിൽ JSW സ്റ്റീലാണ് അതിൻ്റെ അകത്തെ പാർട്ട്ണറായിട്ട് വരുന്നത്. ഈ EV വണ്ടി വെഹിക്കിളിലോട്ട് ഫസ്റ്റ് വരാനുള്ള ഒരു ധൈര്യം ഇനി ഫ്യൂച്ചർ EV ആണ് എന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ ഹൈബ്രിഡ് നോക്കിയോണ്ട് നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ, അധികം സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. 23-ലാണ് ഈ നെക്സോൺ ഫേസ് ലിഫ്റ്റ് എടുക്കുക. അതെ, നെക്സോണിന്റെ പഴയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. നെക്സോണിന്റെ പഴയ മോഡലുകൾക്ക് ഒത്തിരി ഇഷ്യൂസ് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ടാറ്റ ആകുമ്പോൾ നമുക്ക് പാർട്സ് അവൈലബിലിറ്റി, ഇപ്പം ഐസ് ആണെങ്കിലും EV ആണെങ്കിലും ബോഡി പാനൽസും അങ്ങനത്തെ വണ്ടിയാകുമ്പോൾ തട്ടുകയും മുട്ടുകയും എല്ലാം ചെയ്യും. അപ്പം നമുക്ക് പാർട്സ് അവൈലബിലിറ്റി അങ്ങനത്തെ എല്ലാം ടാറ്റയ്ക്കായിരിക്കും കുറെ കൂടെ ചീപ്പറും നമുക്ക് കിട്ടാനുള്ള അവൈലബിലിറ്റി എളുപ്പം. അതുകൊണ്ടാണ്. അതെ, വണ്ടിക്ക് റസ്റ്റിംഗ് ഇഷ്യൂ നമ്മൾ ടാറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്. അതെ, അവർ മെറ്റൽ വെയിറ്റ് ആണ് പ്യൂർലി ടാറ്റ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് റസ്റ്റിംഗ് ഉണ്ട്, റസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ. അതാണ് ഇപ്പം ഒത്തിരി പേര് പരാതി പറഞ്ഞിട്ടുണ്ട്. ടാറ്റയ്ക്ക് ബിൽഡ് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഒത്തിരി കംപ്ലൈന്റ്സ് അതിനകത്തുള്ള ഇന്റേണൽ പാർട്സിന് പലതിനും ക്വാളിറ്റി ലോസ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും നമ്മള് MGയുടെ വാഹനത്തിനെ പറ്റി അങ്ങനെ ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കുറച്ചുകൂടെ നല്ല എന്താ കാണുമ്പോഴത്തേക്കും ഇതിന്റെ എഡ്ജുകളും കാര്യങ്ങളൊക്കെ നല്ലൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നു. ഫിനിഷിംഗ് ഉണ്ട് ടാറ്റയ്ക്ക്. നമ്മൾ ഈ പാനൽ ഗ്യാപ്സ് നമ്മൾ പലയിടത്തും, കാരണം ഡോർ അലൈൻമെന്റ് അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ടാറ്റയിൽ ഞാൻ എൻ്റെ വണ്ടിക്ക് പോലും ഉണ്ട്. എൻ്റെ വണ്ടിക്കും ഉണ്ട്. കാരണം റിയർ നമ്മുടെ ബൂട്ടിൻ്റെ ഡോർ ആണെങ്കിലും രണ്ട് സൈഡിലും രണ്ട് അലൈൻമെൻറ്റിലാണ് ഇരിക്കുന്നത്.